ഗബ്രി പുറത്തായതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് നമ്മുടെ ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയുടെയും ജാസ്മിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഗബ്രിയുടെ ഫോട്ടോ നോക്കി കരയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല, എല്ലാവരും വന്ന് വിളിക്കുന്നുണ്ട്, എനിക്കൊന്ന് റെസ്റ്റിനൊക്കെ വന്ന് വിളിക്കുന്നുണ്ട്, ഫുഡ് വേണ്ട, വിശപ്പില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും 1-2 ദിവസത്തേക്ക് ആ ഒരു വിഷമം കാണും. എത്രയെന്ന് പറഞ്ഞാലും അവർ തമ്മിലായിരുന്നു ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നില്ലേ. പ്രേക്ഷകർക്ക് അത് കാണുമ്പോൾ നെഗറ്റീവ് ആയിരുന്നെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് ഫേക്ക് ആയാലും റിയൽ ആയാലും അവർ തമ്മിൽ ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കൂടെ ഉള്ള ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തായാലും വിഷമം കാണും. അപ്പം ആ ഒരു വിഷമം എന്തായാലും ജാസ്മിനുണ്ട്. കാരണം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തന്നെ കണ്ടതാണ്, ആൾ നന്നായിട്ട് കരഞ്ഞ് വിഷമിച്ചാണ് ഇരിക്കുമായിരുന്നു. പിന്നെ ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരുന്നു. ആ ചോദിക്കുന്ന കാര്യത്തിന് കറക്റ്റായിട്ട് മറുപടിയൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ പുറത്തേക്ക് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു വിഷമം കാണും, പക്ഷേ ആൾ നന്നായിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരും. കാര്യം ഇന്നത്തെ എപ്പിസോഡ് തന്നെ നമുക്കറിയാം, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥാനത്ത് പറയുന്നൊക്കെ ഉണ്ട്, പക്ഷേ മുഖത്ത് വിഷമവും ഉണ്ട്. അതേസമയം സായും സിജോയും പവർ റൂമിലേക്ക് എങ്ങനെ കയറാം, നമ്മുടെ മുടിയനെ സ്വാധീനിച്ച് കയറാൻ പറ്റുമോ എന്ന രീതിയിൽ ആലോചിക്കുന്നുണ്ട്. അപ്പുറ സൈഡിലാണെങ്കിൽ നമ്മുടെ മുടിയനും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക്, ശ്രീകുമാർ, നോറയൊക്കെ കൂടി ഇരുന്ന് ആലോചിക്കുന്നു വീക്കായിട്ടുള്ള ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട്. 7 പേരെയാണ് പവർ റൂമിൽ കയറ്റാൻ അവർ ആഗ്രഹിക്കുന്നത്. നോറ, അഭിഷേക്, അതുപോലെ തന്നെ നന്ദന, ശരണ്യ, ശ്രീരേഖ, അങ്ങനെ വീക്കായിട്ടുള്ള ആൾക്കാരെല്ലാം കയറ്റണം എന്ന രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സ്ട്രോങ് ആയിട്ടുള്ള ബാക്കിയുള്ളവരെല്ലാം പുറത്തിട്ടിട്ട് വീക്കായിട്ടുള്ള ആൾക്കാർ ഗെയിമിലേക്ക് പവർ റൂമിൽ കയറ്റാൻ. ഈ 7 പേരൊക്കെ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. മാത്രമല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചത് പോലുമില്ല. ആ ഒരു ഭാഗം എടുത്ത് കാണിച്ചു കൊണ്ട് ചോദിക്കണമായിരുന്നു, പക്ഷെ അതൊരു കാര്യം ഉണ്ടായില്ല. എനിക്കറിയില്ല എന്താങ്ങ് ചെയ്യാനെന്ന്. എന്തായാലും വീക്കായിട്ടുള്ളവർ സേവ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. നാളെ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. കാര്യം നാളെ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുമായിരിക്കും. അപ്പം നാളെ തുടങ്ങി മറ്റന്നാളായിരിക്കും ടാസ്ക് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഈ വരുന്ന ഗസ്റ്റ് ആയിരിക്കാം പവർ റൂമിലേക്ക് ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ വീക്കായിട്ടുള്ളവർക്ക് അവിടെ നിൽക്കും, സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ തന്നെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.